അർജുൻ. സ്പീഡ് ഫോഴ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ടീമിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ശരിക്കും അനലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് ശരിയായ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ ട്രീറ്റ്മെന്റിലൂടെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് അവർ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്രാഫിലൂടെ ആയിരിക്കും. ആ ഗ്രാഫിന്റെ പേരാണ് കമ്മിറ്റ്മെന്റ് കേപ്പബിലിറ്റി ഗ്രാഫ് എന്നുള്ളത്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യത്തിൽ ദൃഢമായിട്ട് ഉറച്ചു നിൽക്കുക എന്നുള്ളത്. കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവ്. ഈ രണ്ട് കാര്യം കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ ഒരു മീറ്റർ നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ 4 കാറ്റഗറികളായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ തരംതിരിച്ചാലാണ് ഓരോ കാറ്റഗറിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ശരിക്കും വിലയിരുത്താൻ സാധിക്കുള്ളൂ. അതിലൂടെയാണ് അവരുടെ വർക്കിനെ എഫിഷ്യന്റ് ആക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കേപ്പബിലിറ്റി ലോ കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ്. ഹൈ കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അറിയാം, അവർക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കമ്മിറ്റ്മെന്റ് വളരെ കുറവായിരിക്കും. കഴിവുണ്ട് എന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം വരുന്നോ, അന്ന് നമ്മുടെ ഗ്രാഫ് താഴോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കത് പറ്റൂലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കും, പക്ഷെ ഒരിക്കലും അത് ചെയ്യില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈ കേപ്പബിലിറ്റി ലോ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവും. ഇവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇവരുടെ ഈഗോന് ഒരു കാരണവശാലും കോട്ടം പറ്റാൻ പാടില്ല. ഇവരെ നമ്മൾ അപ്രീഷിയേറ്റിന്റെ കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ പോലും ഇവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇവര് നാളെ നമുക്കൊരു വലിയ മുതൽക്കൂട്ടായിട്ട് മാറും, പ്രൊവൈഡർ നമ്മൾ ശരിയായിട്ട് അവരെ ഗൈഡ് ചെയ്താൽ വേണ്ടിയിട്ട്. ഇവര് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കേയില്ല, പേടിക്കണ്ട, കേൾക്കത്തേ ഇല്ല. പക്ഷേ അവരെ കേൾപ്പിക്കാനുള്ള ഒരു വഴിയുണ്ട്. അതാണ് 2011 വേൾഡ് കപ്പ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ? ഇന്ത്യ വളരെ അഭിമാനകരമായിട്ട് തൂക്കിയൊരു വേൾഡ് കപ്പാണ്. അതിന് മുന്നോടിയായിട്ട് ധോനി ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന സമയത്ത്, ധോനിനെ ക്യാപ്റ്റനാക്കി നിയമിക്കുന്ന സമയത്ത്, അന്ന് ധോനിയാണ് ആ ടൈമിലുള്ള ഒരു യങ്ങസ്റ്റ് പ്ലെയർ. ബാക്കി എല്ലാവരും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെയാണ് ശരിക്കും എങ്ങനെയാണ് ഹൈ കേപ്പബിലിറ്റി ലോ കമ്മിറ്റ്മെന്റ് ആൾക്കാരെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ധോനി പറഞ്ഞിരുന്നത്. അദ്ദേഹം ലോക്കർ റൂമിലേക്ക് പോയി. അദ്ദേഹത്തിന് അറിയാം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ചെറിയ പയ്യനാണോ ഞങ്ങളോട് എങ്ങനെ കളിക്കണം, ഏത് രീതിയിൽ കളിക്കണം, എവിടെ പോയി നിൽക്കണം എന്ന് പറയാൻ പോകുന്നതെന്നുള്ള സീനിയർ പ്ലേയേഴ്സ് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ടും പറഞ്ഞ കാര്യം, നിങ്ങളില്ലാതെ നമുക്ക് ഈ ജയത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. വിത്തൗട്ട് യു ഐ കനോട്ട് ഡു ദിസ്. നിങ്ങളില്ലാതെ എനിക്കിത് ചെയ്യാനേ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ എത്ര എഫേർട്ട് എടുത്താലും നിങ്ങളുടെ ഒരു അഭാവം തീർച്ചയായിട്ടും ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വലിയൊരു കാരണമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. സ്ട്രോങ് പീപ്പിൾ ആർ ദ വൺസ് ഹു ആർ വില്ലിംഗ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും സ്ട്രോങ് ആൾക്കാർ. വീക്ക് ആൾക്കാർ എങ്ങനെയാണെന്നറിയോ? എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്ന് കാണിക്കുന്ന ആൾക്കാരായിരിക്കും വീക്ക് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നമ്മുടെ ടീമിലും ഹൈ കേപ്പബിലിറ്റി ഉണ്ട്, അപാര കഴിവാ. ഇവർക്ക് ചെറിയൊരു മൈൽഡ് പുഷ് കിട്ടിയാൽ മതി. ഇവരുടെ ഈഗോനെ നമ്മൾ ചെറുതായിട്ടൊന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് തരും. കാരണം അവർ ആഗ്രഹിക്കുന്നത് മേ ബി ഒരു വേർഡ് ഓഫ് പ്രൈസ് ആയിരിക്കും. അവരെ ഒന്ന് അഭിനന്ദിക്കുക, അവരൊരു 4 പേരുടെ മുമ്പിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അത് മാത്രം മതി അവർക്ക് ഒരു ഇനീഷ്യൽ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് അപ്രീസിയേഷൻ വേണം എന്നുള്ളതാണ്. 2, പ്രധാനപ്പെട്ട ടീം സംബന്ധമായ പ്രധാനപ്പെട്ട ഡിസിഷനുകളിൽ അവരുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നമ്മുടെ ടീമിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു ഒപ്പീനിയൻ അവരോട് ചോദിച്ച് അവരുടെ ഒപ്പീനിയൻ നമ്മൾ കേൾക്കാൻ റെഡിയായാൽ മാത്രം മതി. ദേ വിൽ ഡു മിറാക്കിൾസ് ഫോർ യു. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും സെറ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ PV ജനറേറ്റ് ആവുന്നതോ അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് വരുന്നതോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്തിട്ടല്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അസാധാരണമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുക. അപ്പൊ ഡിഫിക്കൽട്ട് തിങ്സ് ഗിവ് യു മിറാക്കുലസ് റിസൾട്ട്സ്. അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ ദാറ്റ് ഈസ് ഹൈ കേപ്പബിലിറ്റി ലോ കമ്മിറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹൈ കേപ്പബിലിറ്റി ഉണ്ട്, ഹൈ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 പേരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 പേരൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാർ കിട്ടുള്ളൂ. അവരെ നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരോട് നമ്മളൊരു കാര്യവും പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാം മുൻകൂട്ടി കണ്ടു ചെയ്യും. വെൽ പ്ലാൻഡ് ആണ്.
ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ വന്ന് കൗൺസിൽ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് എടുക്കേണ്ട നിർദ്ദേശങ്ങൾ എടുക്കും. ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ടീമിലെ ആൾക്കാരെ ഇൻഫോം ചെയ്യും. അവിടെ മാക്സിമം സ്ട്രെങ്ത് കൊണ്ടെത്തിക്കാൻ നോക്കും. സ്വന്തമായിട്ട് മീറ്റിംഗുകൾ എടുക്കും. സ്വന്തമായിട്ട് ഹോൾ പ്രോഗ്രാമുകൾ നടത്തും. ഇത്തരത്തിലെ ആൾക്കാരാണ് ഹൈ കേപ്പബിലിറ്റി, ഹൈ കമ്മിറ്റ്മെന്റ്. നല്ല കഴിവുണ്ട്, നല്ല കമ്മിറ്റ്മെന്റും ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരത് നമ്മൾ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ അവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നോട്ട് നിൽക്കാൻ പാടില്ല. അവർക്ക് എപ്പോഴും അവരർഹിക്കുന്ന എപ്പോഴും ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും കൊടുക്കണം. ഒരു സദസ്സിൽ അവരെപ്പോഴും പൊക്കി പറയാന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റിനെ നമ്മൾ എടുത്തു പറയണം. അല്ലാതെ നമ്മൾ വെറുതെ പൊക്കി പറയല്ല, അവർ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റിനെ നമ്മൾ എടുത്തു പറയണം, അഭിനന്ദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അവരായിട്ട് എപ്പോഴും നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ കഴിവുള്ള ഒരാൾ വരും, അതായത് ഹൈ കേപ്പബിലിറ്റിയും ഹൈ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. അദ്ദേഹം ഈ ബിസിനസിനെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂടുമ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക കുഴപ്പമില്ല, ആളങ്ങോട്ട് ചെയ്തോളൂ, ഇനി ഞാൻ വേറൊരു ഏരിയ നോക്കിയാൽ മതിയല്ലോ. പക്ഷെ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. അദ്ദേഹത്തിന് ഓരോ മാസവും അദ്ദേഹത്തെ വിളിച്ച് വീക്കിലി വിളിച്ച് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, എന്തെങ്കിലും ഹെൽപ്പ് എന്റെ സൈഡിൽ നിന്ന് വേണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ആർ ഇൻ യുവർ ടീം, യു ആർ ദെയർ അപ്ലൈൻ ആൻഡ് ദേ ആർ യുവർ അസോസിയേറ്റ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ഗൈഡൻസും അവർക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ കൊടുക്കുക, റിഗാർഡ്ലെസ് ഓഫ് വെദർ അവർ നിങ്ങളോട് ചോദിച്ചാലും ഇല്ലെങ്കിലും. കാരണം നമുക്കറിയാം അവർ കേപ്പബിൾ ആണ്, അവർ കമ്മിറ്റഡ് ആണ്, അവർ എന്തായാലും ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് മാത്രം പോരാ, അവർക്ക് കറക്റ്റ് ടൈമിലുള്ള അപ്രീസിയേഷൻ കൊടുക്കണം. കാരണം നമ്മൾ അത് നോക്കാതിരുന്നു, അവരങ്ങനെ അവരുടെ രീതിയിൽ കുറച്ച് നാൾ ചെയ്ത് പോയി. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും എന്റെ ലീഡർ എന്നെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, സ്റ്റേജിൽ കയറുമ്പോ എന്റെ ഒരു കാര്യം പോലും പറയുന്നില്ല എന്ന് അവർക്ക് തോന്നും. ആ സമയത്ത് ചിലപ്പോൾ അവർ കുറച്ച് പിന്നോട്ട് വലിക്കും. അപ്പൊ എപ്പോഴും വേർഡ് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എവിടെയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നോ അവിടെയൊക്കെ നമ്മൾ കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട് ലോ കമ്മിറ്റ്മെന്റ് ആൻഡ് ലോ കേപ്പബിലിറ്റി. ലോ കമ്മിറ്റ്മെന്റ്, ലോ കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല, കഴിവും ഇല്ല, വലിയ കമ്മിറ്റ്മെന്റും ഇല്ല. ഇത്തരം ആൾക്കാരെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഫയർ ചെയ്യുക. പല ആൾക്കാരും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടീമിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ എനിക്ക് ഇന്നൊരു തിരക്കുണ്ടായി, കുഴപ്പമില്ല ഞാൻ അടുത്ത ആഴ്ച എന്ന പ്രോഗ്രാം വെച്ച് ഞാൻ വരാം, എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ ഇവരൊന്നും ഒരിക്കലും വരില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഒരിക്കലും വരില്ല. അവര് നമ്മളൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നേക്കാളും മുന്നേ അല്ലെങ്കിൽ പറയുന്നേക്കാളും നമ്മളോട് ഒന്ന് ചോദിക്കും ഈ അടുത്ത പ്രോഗ്രാം എന്നാ വരുന്നത്, എനിക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടാന്ന് പറയും. എന്തിനാണെന്നറിയും? വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരും നമ്മുടെ ടീമിൽ ഉണ്ടാവും. അതായത് ലോ കേപ്പബിലിറ്റി, ലോ കമ്മിറ്റ്മെന്റ്. ഒരാളുടെ കഴിവിനെ നമുക്ക് പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും വളർത്താൻ സാധിക്കും. പക്ഷേ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഹൈ കേപ്പബിലിറ്റി ലോ കമ്മിറ്റ്മെന്റിന്റെ കേസിൽ നമുക്ക് വളർത്തിയെടുത്തേ പറ്റൂ. ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷെ ഇത് രണ്ടും വരാത്ത കേസുകൾ ഭൂരിഭാഗവും നമുക്ക് റിസൾട്ട് തരാത്തതാണ്. അപ്പോൾ കോർപ്പറേറ്റ് ടേംസിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാവുമ്പോൾ നമുക്ക് ആരും ഫയർ ചെയ്യാനുള്ള അധികാരമോ അവകാശമൊന്നും ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ അവർക്ക് വേണ്ട ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. കേപ്പബിലിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ എന്താണ്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇതിന്റെ വിഷൻ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ് കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി ചാലഞ്ചുകൾ, കുഞ്ഞു കുഞ്ഞു ടാർഗറ്റുകൾ, ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് ഇന്നത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അവരെ സ്റ്റേജിൽ കയറി രണ്ടു വാക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത്തരം കാര്യങ്ങളാണ് നമുക്കൊരു ബേസിക് ലെവലിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഭൂരിഭാഗം കേസുകളിലും, ഒരു 80% കേസുകളിലും ലോ കമ്മിറ്റ്മെന്റും ലോ കേപ്പബിലിറ്റിയും വരുന്ന കേസുകൾ തന്നെത്താനെ ബിസിനസ് പുറത്തായ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുടെ സമയം കൊടുക്കണ്ടെന്നല്ല, പക്ഷേ ഈ മേലത്തെ രണ്ട് കാറ്റഗറിക്ക് കൊടുത്ത സമയത്തിന് ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാൻ സാധിക്കൂ. ഇനി ഒരു കാറ്റഗറി ഉണ്ട്, ആ കാറ്റഗറിക്കും സമയം കൊടുത്തതിന് ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് ഹൈ കമ്മിറ്റ്മെന്റ്. ഹൈ കമ്മിറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനോടും നിങ്ങളോടും ഇതിൽ വരുന്ന ആൾക്കാരോടും ഒരു അപാര ലെവൽ റൊമാൻസാണ്. അവർക്ക് ഇത് ഇഷ്ടമാണ്, പക്ഷെ ലോ കേപ്പബിലിറ്റി ആണ്. നല്ല ഇഷ്ടമാണ്. അവർ ഏത് മീറ്റിങ്ങിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏത് പരിപാടിയിൽ ചെന്നാലും അത് ഓർഗനൈസ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും ഒക്കെ അവരുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് കേപ്പബിലിറ്റി കുറവായിരിക്കും, കഴിവ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? കഴിവ് വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒരുപാട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുപ്പിക്കുക. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, സെയിൽസ് സ്കിൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ കൂട്ടാനുള്ള ട്രെയിനിങ്ങൾ അവർക്ക് കൊടുക്കുക. അവർക്ക് എന്താ പറയാ, അവർ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിരിക്കും.
അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും അവരെ ഏൽപ്പിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു 50,000 രൂപ അവരുടെ കൈ കൊടുത്തിട്ട് പറയണം നിങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവര് വേറെ ഒരു രീതിയിലൊരു സെക്കൻഡ് തോട്ട് പോലും വരാതെ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് അത് കറക്റ്റ് ആയിട്ട് ഏൽപ്പിക്കും. ദീസ് പീപ്പിൾ ആർ പ്രഷ്യസ്. നമുക്ക് ഈ ബിസിനസ്സിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം കൂടിയാണ് ട്രസ്റ്റ്. അപ്പൊ ഇവര് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ റെഡി ആയിരിക്കും. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതായത് ഹൈ കേപ്പബിലിറ്റി ആണ്, ലോ കമ്മിറ്റ്മെന്റ്. ഇവര് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ റെഡി ആയിരിക്കില്ല. പക്ഷെ ഇവര് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവര് എന്ത് നിങ്ങൾ പറഞ്ഞാലും കേൾക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ ഒരു പരിധിക്കപ്പുറം വളരാനുള്ള ഒരു കഴിവ് അവരിൽ ചിലപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവില്ല. അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആസ് എ ലീഡർ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോ അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ടാസ്കുകൾ അസൈൻ ചെയ്യിപ്പിക്കുക, അവർക്ക് കുറച്ചും കൂടിയും ഒരു സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമുകളെ അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ, ഇത് ഒരു ഓവർനൈറ്റ് നടക്കില്ല, ചിലപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് നടന്നൊന്നും ഇല്ല. പക്ഷെ പതുക്കെ 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 അവരുടെ ഉള്ളിൽ ആ സ്ട്രോങ് കോൺഫിഡൻസിനെ നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോ ഈ 4 കാറ്റഗറിയാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതാണ് ഹൈ കേപ്പബിലിറ്റി ആയിരിക്കും, ലോ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഇവരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഈഗോ ഒരിക്കലും ഹേർട്ട് ആവാൻ പാടില്ല. നമ്മളെപ്പോഴും അവരെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അവരോട് ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതും ഒരു ട്രിക്ക് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല കഴിവുണ്ട്, നല്ല കമ്മിറ്റ്മെന്റും ഉണ്ട്. ഹൈ കേപ്പബിലിറ്റി, ഹൈ കമ്മിറ്റ്മെന്റ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേർഡ് ഓഫ് അപ്രിസിയേഷൻ ടൈമിലി ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഗൈഡൻസ് ടൈമിലി കൊടുക്കണം, കൗൺസിലിങ്ങും ടൈമിലി കൊടുക്കണം. ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി ലോ കമ്മിറ്റ്മെന്റ് ആണ്, അതേപോലെ ലോ കേപ്പബിലിറ്റി ആണ്. രണ്ടും വളരെ കുറവാണ്. അപ്പോ ഈ ബാക്കിയുള്ള 3 കാറ്റഗറിക്കുള്ള ശ്രദ്ധ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മുടെ ഇവിടെ നഷ്ടപ്പെടും. പിന്നെ നാലാമത്തെ കാറ്റഗറിയാണ് ഹൈ കമ്മിറ്റ്മെന്റ് ആൻഡ് ലോ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അവർ നല്ല കമ്മിറ്റഡ് ആണ്. നിങ്ങളെ 100% അവർക്ക് വിശ്വാസമാണ്, ഈ സിസ്റ്റത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ബിസിനസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. ഇവിടെ അവരുടെ കഴിവുകളെ കൂട്ടാനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവരെ കൊടുത്ത് പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഇത്തരത്തിലെ ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് കറക്റ്റ് ആയിട്ട് ഏത് ഏരിയയിലാണ്, ഏത് കാറ്റഗറിയിലാണ് അവർ വരുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് അവരെ മികച്ച ഒരു ബിസിനസ്മാൻ ആക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.